ബ്രോ ടിപ്സ് നമ്മൾ ടിപ്സ് കൊടുക്കുന്ന ഒരാളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പേഴ്സണലി സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സിലേക്ക് പോകാത്ത ഒരാളാണ്. കാരണം എനിക്ക് ജെനുവൻലി ടിപ്സ് കൊടുക്കുന്നതിനെക്കുറിച്ച് അങ്ങനെ ഞാൻ ചിന്തിക്കാറില്ല. പക്ഷേ ഞാൻ കാണാറുണ്ട് പലരും ടിപ്സ് ചെയ്യുമ്പോൾ എനിക്ക് തന്നെ ഒരു കുറ്റബോധവും തോന്നിയിട്ടുണ്ട്. അതായത് ഇവിടെ കൊടുക്കാമായിരുന്നു അല്ലേ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ടിപ്സ് എന്ന് പറയുന്ന ഒരു സംഭവം എപ്പോഴും എല്ലായിടത്തും നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. ഈ ടിപ്സ് കൾച്ചർ എന്താണ്? ഇത് നല്ലൊരു സംഭവമാണോ അതോ ഇത് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. അല്ലേ, ടിപ്പെന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി എനിക്ക് തോന്നുന്നത് ഞാൻ എവിടെ പോയാലും എനിക്ക് പറ്റുന്നിടത്തൊക്കെ ഞാൻ ടിപ്പ് കൊടുക്കാറുണ്ട്. കാരണം അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ പലപ്പോഴും ഞാൻ കാണുന്നത് നമ്മളെക്കാളും താഴേക്കിടയിലുള്ള ജോലിയാണ് അവർ ചെയ്യുന്നത്. ഒന്ന്. രണ്ട്, നമ്മൾക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എനിക്ക് എൻ്റെ മനസ്സിൽ പലപ്പോഴും അയാൾ വാങ്ങിക്കുന്നതിനേക്കാളും നമ്മൾ കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഗ്രാറ്റിറ്റ്യൂഡുണ്ട്. ഈ സാധനം ഇട്ട് കൊടുക്കുമ്പോൾ അയാളിങ്ങനെ താങ്ക് യു അല്ലെങ്കിൽ എന്ന് പറയുന്നൊരു സന്തോഷം. ആ സന്തോഷം സത്യം പറഞ്ഞാൽ അതാണ് പ്രധാനമായിട്ട് ഞാൻ ടിപ്പ് കൊടുക്കാറുള്ളത്. അതൊരു ഗിൽറ്റ് പ്ലഷർ അല്ലേ ശരിക്കും പറഞ്ഞാൽ? ഗിൽറ്റ് പ്ലഷർ നമുക്കത് കൊടുക്കുമ്പോൾ ഒരുത്ത ഇങ്ങനെ ഒന്ന് കാണിക്കുന്നു എന്ന് കിട്ടുന്നതിൻ്റെ ഒരു സുഖം അല്ലേ അത്? ഇല്ല, ഗിൽറ്റ് പ്ലഷർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗിൽറ്റ് പ്ലഷർ എന്ന് പറയാൻ പറ്റില്ല. ബട്ട് അൾട്ടിമേറ്റ് അത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം എനിക്ക് അതിനെക്കുറിച്ച് ഡെഫിനിഷൻ ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ. പക്ഷേ അൾട്ടിമേറ്റ്ലി എനിക്ക് അയാളുടെ എന്നോട് കാണുന്ന ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു സന്തോഷം അത് എന്നിലേക്ക് പകരുന്നു എന്നുള്ളത് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ. ഓക്കെ. അപ്പോൾ പലപ്പോഴും ഞാൻ ഇപ്പം നാട്ടിൽ തന്നെയാണെങ്കിൽ നമ്മളിപ്പം വല്ലപ്പോഴും നാട്ടിൽ പോകുന്ന ആൾക്കാരാണ്. ഈ നാട്ടിൽ പോകുമ്പം തീർച്ചയായിട്ടും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ എവിടെയും ഈ പറയുന്ന പോലെ ഓട്ടോക്കാരനെടുത്തായാലും ബാക്കിയുള്ള കാരെടുത്തായാലും നമ്മൾ പോയി കിടന്നിട്ട് നാട്ടിലെ ആൾക്കാർ പോയി അവർ ആ നാട്ടിലെ സാഹചര്യം ജീവിക്കുന്ന ആൾക്കാരാണ് തീർച്ചയായിട്ടും. അപ്പം എന്ന് പറയുന്നത് നമ്മൾ ബാർഗെയിൻ ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇപ്പോൾ ഒരു കടയിൽ പോയി ഒരു സാധനം വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുത്തക മുതലാളിമാരുടെ കടയിൽ പോയി ബാർഗെയിൻ ചെയ്യുക അല്ലെങ്കിൽ വലിയ സെറ്റപ്പിൽ ഇരിക്കുന്ന ആൾക്കാരുടെ ബാർഗെയിൻ ചെയ്യുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സാധാരണ വഴിയോരത്ത് മീൻ കച്ചവടം ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഓട്ടോ ഓടിക്കുന്നവരോ ഇവർക്കൊക്കെ ചിലപ്പം വല്ലപ്പോഴും കിട്ടുന്ന ഒരു അവരുടെ ഒരു ഹെൽപ്പായിരിക്കും നമ്മൾ. ഇങ്ങനെ ഒരാൾ വരും, അതുകൊണ്ട് കിട്ടുന്ന ഒരു ഹെൽപ്പായിരിക്കും ഇത്. ഇതോടൊപ്പം തന്നെ ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയ ഒരു സംഭവം, ഈ ഹെൽപ്പുകൾ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ നാട്ടിൽ ചെന്നാൽ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ടൊരു പുള്ളിക്കാരനുണ്ട്. എപ്പോൾ ഏത് പാതിരാത്രി വിളിച്ചാലും പുള്ളി വണ്ടിയായിട്ട് വരും. എന്നെ തിരിച്ച് എയർപോർട്ടിൽ രാത്രികളിൽ കൊണ്ടാക്കും. എറണാകുളത്ത് ഇന്ന് പോകണമെന്ന് പറഞ്ഞാൽ പുള്ളി വേറെ ഏതെങ്കിലും ഓഫീസ് വെച്ചിട്ട് വരും. എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കുന്ന ഒരിതുണ്ട് പുള്ളിക്ക് കൊടുക്കുന്ന, പുള്ളിയെ റെസ്പെക്ട് ചെയ്യുന്ന. ഒബ്വിയസ്ലി കാശ് മാത്രമല്ല, അറ്റ് ദ സെയിം ടൈം ആ റെസ്പെക്ട് ഉണ്ട്. നമ്മൾ ഒരു ഈക്വൽ ട്രീറ്റ്മെന്റ് ഉണ്ട് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അപ്പൊ ഇതില് മുതലെടുപ്പ് വരില്ലേ ബ്രോ? ഞാൻ ഇപ്പോൾ ഉദാഹരണം പറയാം. ബ്രോ പറഞ്ഞ അതേ സിറ്റുവേഷനിൽ ഇപ്പം ഒരു ഓട്ടോക്കാരൻ ബ്രോ പറഞ്ഞു വില പേശണ്ട. പക്ഷേ എല്ലാവരും നല്ലവരൊന്നുമല്ല. ഉദാഹരണത്തിന് 50 രൂപയുടെ ഒരു ഓട്ടത്തിന് ബ്രോ 100 രൂപയ്ക്ക് ഓട്ടം പറയുകയാണ്. അല്ലെങ്കിൽ ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന മറ്റേ ഹോസ്പിറ്റലിന് വേണ്ടി ഒരു റൗണ്ട് കറക്കിക്കൊണ്ട് നിർത്തിയിട്ട് 50 രൂപ വാങ്ങിക്കുന്നവരും ഉണ്ട് അല്ലേ? അപ്പൊ അങ്ങനെയുള്ളിടത്ത് നമ്മൾ മണ്ടനാവുന്ന ഒരു സാഹചര്യം വരില്ലേ? ഇല്ല, അവിടെ മണ്ടനാവുക എന്ന് നമുക്ക് തോന്നുന്നത് നമ്മളുടെ ഈഗോ വർക്ക് ചെയ്യുന്നുണ്ടാണ്. ഇപ്പൊ എനിക്ക് മണ്ടനാവുക എന്ന് തോന്നണമെങ്കിൽ ഞാൻ അവിടെ എന്നെ മണ്ടനാക്കി എന്ന് എനിക്ക് തോന്നണം. ഞാൻ അങ്ങനെ ചിന്തിക്കണം. ഇതിപ്പോ ഞാൻ ചിന്തിക്കുന്നത് എത്ര ഉള്ളൂ, ഞാൻ ഒരു നാട്ടിൽ നിന്ന് പോകുന്ന ഒരാളാണ്. ഞാൻ തീർച്ചയായിട്ടും അയാളെക്കാൾ ഏൺ ചെയ്യുന്ന ആളാണ്. സോ മറ്റൊരു നാട്ടിൽ ചെല്ലുന്നു, ഇയാൾ എന്നോട് ഒരു 50 രൂപ പറയുന്നു, കൊടുത്തിട്ട് പോട്ട് എന്നാണ് എൻ്റെ മൈൻഡ് സെറ്റ്. അന്നേരം അവിടെ ഒരു ഈഗോ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് അല്ല. ഞാൻ എന്നെ പറ്റിച്ചു എന്നല്ല ഞാൻ അവിടെ ചിന്തിക്കുന്നത്. ഓക്കെ പോട്ടെ, 50 രൂപ പോട്ടെ എന്ന് പറയുന്ന രീതിയിലാണ് നമ്മൾ. അല്ല, എനിക്ക് മനസ്സിലായി ബ്രോ പറയണേ. ഇപ്പോൾ പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഇപ്പോൾ ബ്രോ ഇപ്പം ലണ്ടനിൽ നിന്ന് വന്ന ഒരാളാണ് എന്നും നമുക്ക് കാണുമ്പോൾ ആർക്കും മനസ്സിലാകാൻ പോകുന്നില്ല. ഒരു സാധാരണക്കാരാണ്. അപ്പം നമ്മൾ ഒരാളെ താഴ്ത്തി അല്ല അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ച മനസ്സിലായി. നമ്മൾ സാധാരണ ഒരാളെ പോലെ കയറുന്നു, ഓട്ടോയിൽ നിന്ന് കയറുന്നു. അപ്പോൾ നമ്മളെ പറ്റിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് അവന് ആ ഒരു അവസരം മുതലാക്കുകയല്ലേ എന്ന് വെച്ചാൽ അപ്പം ഇനി അടുത്ത് വരുന്ന ആൾക്കാരെ ഇതുപോലെ തന്നെ പറ്റിച്ചു നോക്കാം. അപ്പം അതൊരു മറ്റുള്ളവരിൽ അത് ഇമ്പാക്ട് ചെയ്യുന്നുണ്ടേ? ഇല്ല, ഞാൻ ഈ കാര്യം ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്. സീരിയസ് ആയിട്ട് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഈ പറയുന്ന പോലെ നമ്മളെ പറ്റിച്ച ഒരാൾ ചിലപ്പോൾ നാളെ ഇയാളുടെ ഒരു ഹാബിറ്റായിട്ട് ഇത് ഫോം ചെയ്യില്ലേ എന്ന് ആലോചിച്ചിട്ടുണ്ട് സത്യമായിട്ട്. അപ്പോൾ പക്ഷെ ഇതിനകത്ത് ഒരു കാര്യമുണ്ട്, നമ്മളെ പറ്റിച്ച ആളിന് എല്ലാ മനുഷ്യനും ചിന്താശക്തിയും വിവേക ബുദ്ധി ഉള്ളവനാണ്. ഒരാളിനെ കാണുമ്പോൾ അവനെ അറിയാം. സീരിയസ് ആയിട്ട് പറഞ്ഞു, ഒരു പാവപ്പെട്ടവനെ നാം വാങ്ങിക്കണമെങ്കിൽ അവന്റെ മെന്റാലിറ്റിയെ ബാഡാണ്. ഒരു പാവപ്പെട്ടവനെ അല്ല ഒരുത്തനെയോ അവനെ പറ്റിക്കണമെന്നുണ്ടെങ്കിൽ അവനെ ലോകത്തിൽ ആർക്കും ജയിക്കാൻ പറ്റില്ല. അവൻ അങ്ങനെയാണ്. അതേസമയം നോക്കിയോ വളരെ കൃത്യമായിട്ട് ബിഹേവ് ചെയ്യുന്ന എത്രയോ നല്ല ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടോ അല്ലെങ്കിൽ വേറൊരാളുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടോ ഒന്നും ആരും മാറില്ല.
ഇപ്പൊ അവർക്കറിയാം ആൾക്കാരെ അറിഞ്ഞും മനസ്സിലാക്കിയും പെരുമാറുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആൾക്കാരാണല്ലോ വിവരവും ബുദ്ധിയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ആൾക്കാരെ അറിഞ്ഞ് മനസ്സിലാക്കിയാണ്. എൻ്റെ 50 രൂപ വാങ്ങിച്ചെന്ന് പറഞ്ഞു അടുത്ത ഒരു പാവപ്പെട്ട ഒരുത്തനെ കയറുന്ന അവന്റെ അടുത്ത് നിന്ന് അന്യവന്റെ 50 രൂപ വാങ്ങിക്കാന്നല്ല അവര് ചിന്തിക്കുന്നത്. നമുക്ക് പറയാൻ പറ്റില്ല. ഇല്ല, എനിക്കറിയാവുന്ന സങ്കല്പം അനുസരിച്ച് അവരെ അത്രയും വാങ്ങിക്കാൻ വേണ്ട എന്നുള്ളതായിരിക്കും ചിലപ്പോൾ ചിന്തിക്കുന്നത്. അല്ല മാത്രമല്ല അവര് എൻ്റെ 50 രൂപ വാങ്ങിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല ചിലപ്പോൾ ആ റൂട്ടിൽ ഇത്ര രൂപ ആവുന്നു. അതേസമയം മറ്റേ ആൾ കൃത്യമായിട്ട് അറിയാം, അവരത് ചോദിച്ചിട്ട് പെരുമാറും, ആ നാട്ടിലുള്ളവരാണ് അവര്. അപ്പൊ ഇങ്ങനെ വരുന്ന ആ ഒരു വ്യത്യസ്തം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ സത്യം പറഞ്ഞ അതിന് വേണ്ടിയിട്ട് ഞാൻ മെനക്കെടാറില്ല. പക്ഷേ തീർച്ചയായിട്ടും എന്നെ ഒരു പറ്റിക്കുന്നു എന്നൊരു ഈഗോ എനിക്ക് എപ്പോഴെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും ആ സമയത്ത് ഞാൻ വില പേശാറും. അല്ല, അത് ഓക്കെ, അഗ്രീഡ് ആണ്. പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയാം. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഇതാണ്, കസ്റ്റമർ സർവീസ് അല്ലെങ്കിൽ എന്താ പറയുക സർവീസ് എന്ന് പറഞ്ഞൊരു എലമെന്റ് ഉണ്ട്. ഈ സാധനം ചെയ്യാത്ത ഒരാൾക്ക് ഞാൻ പൈസ കൊടുക്കില്ല. എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ എത്ര തന്നെ പൈസ ഉള്ള ഒരാളായാലും ഞാൻ ചിന്തിക്കുന്ന ഇത്രേ ഉള്ളൂ, ഇവൻ എനിക്ക് നല്ലൊരു സർവീസ് ആണോ ചെയ്തത്, കാരണം അവൻ്റെ ജോലിയാണ് എൻഡ് ഓഫ് ദ ഡേ. വളരെ നല്ല പോയിന്റ് അല്ലേ? അപ്പം അവൻ ആ ജോലി കറക്റ്റായിട്ട് ചെയ്യാതെ അവന് തോന്നുന്ന പോലെ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ട് പോയിട്ട് ഞാൻ എൻ്റെ മര്യാദയ്ക്ക് വേണ്ടി ടിപ്സ് വയ്ക്കുന്നതിൽ എനിക്കൊരു താല്പര്യം. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇപ്പം ചിലരൊക്കെ ചെയ്യുന്നതാണ് നമുക്ക് തന്നെ ഒരു കുറ്റബോധം ഉണ്ടായി. ഇപ്പം ഉദാഹരണത്തിന് തുണിക്കടയിൽ പോകുമ്പോൾ ഒരു പാൻറ്റിന് പോകുന്ന നമുക്ക് നമ്മുടെ പിള്ളേരെ അറിയിട്ടില്ലേ, എടുത്ത് ഇങ്ങനെ തട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് തന്നെ തോന്നും ഇതെടുക്കാം, എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ചെയ്ത ഹാർഡ് വർക്ക് നമുക്ക് കാണുമ്പോൾ നമുക്കൊരു ഗിൽറ്റ് ഫീൽ വരും, എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ മോശമാണ് ഇല്ല എന്ന് പറയുന്നതോടെ ബ്രോ. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഒരു എനർജി പാസ് ചെയ്യുന്ന ഒരു ഇതുണ്ട്. ഇപ്പൊ തീർച്ചയായിട്ടും നമ്മളോട് റൂഡായിട്ട് പെരുമാറുന്നവനോടോ നമ്മളോട് ഒരു ഇതും ഇല്ലാത്തവനോ നമ്മൾ ഒരു സാധനം കൊടുക്കാറില്ല. തീർച്ചയായിട്ടും ഇല്ല. അതേസമയം ഇതിനകത്ത് മറ്റൊരു പ്രശ്നം എനിക്കുണ്ട്. ഞാനും എൻ്റെ ഫാദറും എൻ്റെ മദറും കൂടെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ ചെന്ന സമയത്ത് ഞങ്ങൾ 3 പേരും കൂടെ കഴിക്കാൻ പോയി. കഴിക്കാൻ ചെന്ന് ഫുഡ് കഴിച്ചപ്പോൾ ഭയങ്കര സർവിങ്ങിന്റെ മേളം. അതും എനിക്ക് ഇഷ്ടമല്ല. ഓവർ പ്ലീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓക്കെ എല്ലാം നമ്മൾ വളരെ ഇങ്ങനെ കൊടുത്തിരുന്നു. അപ്പം നമ്മൾ ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ ഞാൻ എൻ്റെ പേരൻസിനോട് പറഞ്ഞു നമുക്ക് അപ്പോൾ വാപ്പയുടെ സ്വഭാവം എന്ന് വെച്ചാൽ വാപ്പ സർക്കാർ ജോലിക്കാരനാണ്, വളരെ മിനിമം കാശ് കിട്ടി ജീവിച്ച ആളാണ്. അദ്ദേഹം ഈ ആവശ്യമില്ലാതെ കാശ് ആർക്കും കൊടുക്കാറില്ല. എന്ന് വെച്ചാൽ കൂടുന്നിടത്ത് മാത്രമേ ആവശ്യത്തിന് വേണ്ടി അദ്ദേഹം ചെലവാക്കാറുള്ളൂ, കാരണം അവരങ്ങനെയാണ് ജീവിച്ചത്. അപ്പോൾ പുള്ളി പറഞ്ഞു എൻ്റെ ടിപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്തിനാണ് എങ്ങനെയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊടുത്തില്ല, കാരണം പുള്ളി നമ്മളിപ്പോൾ റെസ്പെക്ട് ചെയ്യുന്നതുകൊണ്ടും അവിടെ പിന്നെ ഞാൻ ഇനി എന്തെങ്കിലും കൊടുത്തിട്ട് വേണ്ടി പുള്ളിക്ക് വിഷമം ഉണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊടുത്തില്ല. ഞങ്ങൾ ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഇയാൾ അവിടെ നിന്നിട്ട് പുറയുന്നിട്ട് പുറകുറുക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്ത് അയാൾക്ക് ടിപ്പ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രതീക്ഷയില്ലാത്ത ആൾക്കാർക്കുണ്ട്, ചിലരുണ്ട് ഒന്നും പ്രതീക്ഷിക്കത്തില്ല. അങ്ങനെയുള്ളവർക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷം. അതാണ് ഞാൻ പലപ്പോഴും അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും കയറി ടിപ്പ് കൊടുക്കാറില്ല എന്ന് വെച്ചാൽ ഞാൻ ഈ കാണുന്ന എല്ലാവർക്കും ടിപ്പ് കൊടുത്ത് സന്തോഷം വാങ്ങിക്കുന്ന ആളല്ല. അങ്ങനെയല്ല. ഈ പറയുന്ന പോലെ ചില വളരെ പാവപ്പെട്ടവന്മാരുണ്ട്. 20 രൂപ എന്ന് പറഞ്ഞാൽ 20 രൂപ കറക്റ്റ്. അവരോട് എന്താ ബാക്കിയുള്ളവർ എന്താണ് വാങ്ങിക്കുന്നത് അത് തന്നെ ആയിരിക്കും നമ്മളോട് വാങ്ങിക്കുക. അങ്ങനെ ഉള്ളവരും ഉണ്ട്. വളരെ ന്യായമായി കച്ചവടം ചെയ്യുന്ന അവരുടെ ഇതിൽ ജീവിക്കുന്ന ആൾക്കാർ. ഈ എക്സ്ട്രാ ചെലവ് വരുന്ന ആൾക്കാർക്കാണ് എപ്പോഴും അഡീഷണൽ കാശ് വേണ്ടത്. വളരെ അല്ലേ? അപ്പം തീർച്ചയായിട്ടും പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. ഇവരെയൊക്കെ നോക്കി അറിഞ്ഞും കണ്ടുമൊക്കെ നമുക്ക് ടിപ്പ് കൊടുക്കാം. അത്രേ ഉള്ളൂ. എനിക്കും അതാണ് തോന്നിയിട്ടുള്ളത്. അതായത് നമ്മൾ ടിപ്സ് കൊടുക്കുന്നതിൽ തെറ്റില്ല, ബ്രോയോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ അത് ആർക്ക് കൊടുക്കുന്നു എന്നുള്ള ഒരു സാധനമാണ് ഇതിലെ ഒരു ഇമ്പോർട്ടൻ്റ് എലമെന്റ് അല്ലേ. നമ്മൾ കറക്റ്റായിട്ട് ഈ ബ്രോ പറഞ്ഞ പോലെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല കാര്യം. പിന്നെ പറ്റിക്കപ്പെട്ടാലും പറ്റിക്കപ്പെട്ടു എന്നുള്ള അതങ്ങ് ചിന്തിക്കായിരുന്നു കഴിഞ്ഞാൽ അതങ്ങ് പോയി. മാത്രമല്ല നമ്മളിപ്പോൾ UK ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യം, ഇവിടെ ടിപ്പ് കൾച്ചറുണ്ട്. എല്ലാവർക്കും ടിപ്പ് കൊടുക്കാറുണ്ട്. ഡെഫിനറ്റ്ലി അല്ലേ? അത് ഇവിടുത്തെ ആൾക്കാർ. പിന്നെ അപ്പം അതുകൊണ്ട് തന്നെ പൊതുവെ നമ്മളിപ്പോൾ ഒരു കടയിൽ ചെന്നത് കഴിച്ചാൽ ഫൈനലി ഇപ്പം എല്ലാവരും നമ്മളിപ്പോൾ 5 പേരാണെങ്കിൽ യൂഷ്വലി ചെയ്യുന്നത് എന്താണ്, നമ്മളെല്ലാവരും 5 പേര് ഡിവൈഡ് ചെയ്യാണ് അല്ലേ UK ചെയ്യുന്നത്. അപ്പം അതിനുശേഷം എല്ലാവരും കൂടെ ഒരു ടിപ്പ് ഇടാറുണ്ട്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു കൾച്ചർ നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കുക. ആ ഒരു രാജ്യത്തിൻ്റെ ഒരു രീതി, അവർ ചെയ്യുന്ന ഒരു സമൂഹം ചെയ്യുന്ന രീതി ഇതിൽ കുറെ റബ്ബിഷ് സൈഡ് ഉണ്ട്. ഞാൻ അതിലോട്ട് പോകുന്നില്ല. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് റെസ്റ്റോറൻറ്റ്സിൽ വർക്ക് ചെയ്യുമ്പോൾ ടിപ്സ് എല്ലാം ഓണേഴ്സ് തന്നെ എടുത്തിട്ട് പിന്നെ അതിൽ മറ്റേ പിച്ച കൊടുക്കുന്ന പോലെ ഒരു അവസ്ഥയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതിനെക്കൂട്ടൊന്നും പോകുന്നില്ല. പക്ഷെ നമ്മളൊരു ആൾക്ക് ടിപ്പ് ചെയ്യുന്ന ആ ആൾക്കാണ്, അത് അവർക്ക് തന്നെ പോകുന്നതിനാണ് അതിൻ്റെ ഒരു സുഖം. അപ്പോൾ അതിലോട്ട് നമുക്ക് പോകണ്ട. തീർച്ചയായിട്ടും ഇത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്ന ഏറ്റവും പ്രധാന കാര്യം, നിങ്ങൾക്ക് മനസ്സറിഞ്ഞ് മനസ്സിന് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കുക.
തീർച്ചയായിട്ടും അതാണ് എൻ്റെ ഒരു ഉത്തരം. അല്ലാതെ പിന്നെ ആരൊക്കെയോ ഇഷ്ടമില്ലെങ്കിലും ആരൊക്കെ കൊടുക്കുന്നു എനിക്ക് കൊടുക്കണമെന്ന് തോന്നി ചെയ്യാതിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങളും ടിപ്സ് ഒക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ടിപ്സ് ചെയ്യാതിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ടിപ്സ് ചെയ്യുന്നത് തെറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ അതിനെക്കുറിച്ചും അഭിപ്രായം പറയുക. സോ പിന്നെ എന്തെങ്കിലും ടിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇട്ട് തരിക. സ്റ്റാർ. Let's tie up for a better future. future.